ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും മൈക്രാഫ്റ്റ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മിനി ഗോബർ ഗ്യാസ് പ്ലാന്റ് ആണ്. ഗോബർ ഗ്യാസ് പ്ലാന്റ് എന്ന് വെച്ചാൽ നമ്മൾ ചാണകം നിറച്ചിട്ട്, അതായത് ചെറിയ രീതിയിൽ ചാണകം നിറച്ച് അതിൻ്റെ മണ്ടയ്ക്ക് ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ ബലൂണും എല്ലാം ഘടിപ്പിച്ച് സ്റ്റോറേജ് ആയിട്ട് ചെയ്യുന്നതിനാണ് ഗോബർ ഗ്യാസ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഗോബർ ഗ്യാസ് തന്നെ വലിയ രീതിയിൽ ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് കിച്ചൺ വേസ്റ്റ് ഇടുകയാണെങ്കിൽ ബയോഗ്യാസ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഈ ഗോബർ ഗ്യാസ് പ്ലാന്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ഇതേപോലെ ഒരു ക്യാൻ വേണം. 3 ലിറ്റർ ക്യാനാണ്. അതിനുശേഷം നമുക്ക് ഇതേപോലൊരു പമ്പിൻ്റെ കാറ്റടിക്കുന്ന പോർഷൻ, അതായത് ട്യൂബ് പോർഷൻ വേണം. അതിൻ്റെ ഫുൾ സാധനം നമുക്ക് ഇതിനായിട്ട് ആവശ്യമുണ്ട്. ഇനി നമ്മൾ ഈ ഇതേപോലുള്ള പ്ലഗ് പോലിരിക്കുന്ന അതിൻ്റെ എൻഡ് ഇതിനകത്തേക്ക് ഇറക്കി എടുക്കണം. അതിനായിട്ട് നമ്മളൊരു ഹോളിട്ടെടുക്കണം. ആ ഹോളിലേക്ക് നമ്മൾ ഈ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഈ പമ്പിൻ്റെ ഈ ഹോൾ ഇറക്കി വെക്കണം. അതിനുശേഷം ടൈറ്റായി പശ തേച്ചെടുക്കണം. അതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പെട്രോളും നമ്മൾ തെർമോക്കോളും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പശയാണ്. അതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കാണേണ്ടവർ കയറി കാണുക. പക്ഷേ ഗ്ലൂഗൺ പോലെയൊക്കെ തന്നെയാണ്, നല്ല പശയാണ്. നിങ്ങൾക്ക് വീട്ടിൽ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാം. എന്നിട്ട് നമുക്ക് ഹോളിലേക്ക് ഇറക്കി വെച്ച് നല്ലപോലെ ടൈറ്റാക്കി സീൽ ചെയ്ത് വെക്കാം. നമ്മളൊരു ഗ്ലൗസൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഹൈജീനാണ് പ്രാധാന്യം. നമ്മൾ ഫ്രഷ് കൗഡങ്ങാണ്. രാവിലെ നമ്മൾ മോർണിംഗ് പശുവോ പോത്തോ ഇടുന്ന ചാണകം അത് നമ്മളൊരു ബക്കറ്റിലേക്ക് ഇടുക. അതിൻ്റെ കറക്റ്റ് അളവിൽ തന്നെ അതിൻ്റെ വെള്ളവും, അതായത് 1:1 റേഷ്യോ, അതായത് ചാണകത്തിൻ്റെ അളവിൽ തന്നെ വെള്ളം ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു മിക്സാണ് നമ്മൾ ഈ ബയോഗ്യാസ് ഉണ്ടാക്കാൻ വേണ്ടി ഒഴിക്കുന്നത്. എപ്പോഴും ഈ ചാണകം കൈകാര്യം ചെയ്യുമ്പം ഗ്ലൗസ് ഇട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അങ്ങനെ നമ്മൾ ആവശ്യമായിട്ടുള്ള ചാണകം മൊത്തം ഇട്ടെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ അളവിൽ തന്നെ വെള്ളവും ഒഴിച്ച് മിക്സ് ചെയ്യാം. അതായത് 1:1 റേഷ്യോ. ഒരു ഭാഗം ചാണകത്തിന് അതേ ഭാഗം തന്നെ വെള്ളം. 1:1 റേഷ്യോയിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. നമ്മൾ വടിയോ എന്തെങ്കിലും ഉപയോഗിച്ച് മിക്സ് ചെയ്യുക. കട്ടയൊന്നും കൂടാതെ, കുറേ വൈക്കോലും അങ്ങനെയൊന്നും ഇല്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ക്യാനിലേക്ക് നിറച്ചെടുക്കണം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ക്യാനെ ഉണ്ടാക്കി ഇതേപോലെ ഒരു ഫണലോ ഒരു ബോട്ടിലിൻ്റെ എന്തെങ്കിലും വെച്ചതിന് ശേഷം നമുക്ക് ഒരു മഗ്ഗോ വല്ലോ ഉപയോഗിച്ച് ഇത് നിറച്ചെടുക്കാൻ. ചാണകത്തിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. ഫുൾ നിറയ്ക്കരുത്. കുറച്ച് ഏരിയ നമുക്ക് ഗ്യാസ് നിറയാൻ വിട്ടുകൊടുക്കണം. അതായത് ഒരു 4 ഭാഗമായിട്ട് ഇരിച്ചു കഴിഞ്ഞാൽ 3 ഭാഗം നമുക്ക് നിറയ്ക്കാവുന്നതാണ്. ബാക്കി ഒരു ഭാഗം നമ്മളവിടെ വിട്ടേക്കണം. അവിടെയാണ് നമ്മളെ ഗ്യാസ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഇത് മൊത്തം ഏകദേശം 3 ഭാഗം നിറച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് ഇതേപോലെ ഒരു ബലൂണ് എടുക്കുക. കുറച്ചുകൂടെ വലിയ ബലൂണാണെങ്കിൽ അത്രയും നല്ലത്. നമ്മുടെ ഈ മൂടിയിലേക്ക് ഇട്ട് കൊടുക്കണം. അതിലേക്ക് ഗ്യാസ് പോകാതിരിക്കാനാണ്. അതേപോലെ ഇത് ഗ്യാസ് സ്റ്റോർ ചെയ്ത് വെക്കും. ബലൂണാണ് ഗ്യാസ് സ്റ്റോർ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബലൂൺ ഞാൻ പയ്യെ മാറ്റുന്നുണ്ട്. അത് ഞാൻ അപ്പം പറയാം എന്താ കാരണം. അങ്ങനെ നമ്മൾ ബലൂണൊക്കെ കറക്റ്റാക്കി ഇട്ട് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ പമ്പിൻ്റെ ട്യൂബിൻ്റെ മറുവശത്തെ എയർ പോകുന്ന ട്യൂബിൻ്റെ അവിടെ നമുക്കൊരു സ്റ്റോപ്പർ ഇട്ട് അടയ്ക്കണം. അതിനാണ് നമുക്ക് ഗ്യാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് സ്റ്റോപ്പർ ഇട്ട് അടയ്ക്കണം. ഇത് നമ്മൾ എക്സ്പെരിമെൻ്റൽ പർപ്പസായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. നമ്മൾ ഒരുപാട് കണ്ട കാര്യമായിരിക്കും നമ്മളിങ്ങനെ ചാണകത്തിൽ നിന്ന് ഗ്യാസ് ഉണ്ടാക്കുന്നത്. നമ്മൾ എക്സ്പെരിമെൻ്റലായിട്ട് ചെയ്യുകയാണ്. അല്ലാതെ യാതൊരു ഉറപ്പുമില്ല നമുക്കിത് കത്തിക്കാൻ പറ്റുമെന്നും ഗ്യാസായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ മെഥനോജൻസ് ബാക്ടീരിയ റിയാക്ട് ചെയ്യുന്ന ഫലമായിട്ട് ഗ്യാസ് ഉണ്ടാവും നമ്മളും കുറേ സെർച്ച് ചെയ്തപ്പോൾ ഒക്കെ മനസ്സിലാക്കി. അങ്ങനെ എന്തായാലും മച്ചാന്മാരെ നമ്മളങ്ങനെ സെറ്റ് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്.
എന്തായാലും നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കാം. എനിക്ക് പിറ്റേന്നായപ്പോൾ തന്നെ ഒരു ബലൂൺ ഒന്ന് പൊങ്ങുന്ന നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു. നമ്മൾ 7 ദിവസം മിനിമം വേണമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതായത് മഴയില്ലാത്ത 7 നല്ല വെയിലുള്ള അന്തരീക്ഷമാണ് ഇതിന് വേണ്ടത്. തണുപ്പടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് കത്താനോ ഒക്കത്തില്ല. 7 ദിവസമെങ്കിലും മഴയില്ലാതെ നിന്നാലേ നമുക്കിത് കത്തിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഫുള്ള് മഴയായത് കാരണം നമ്മുടെ ബലൂണൊന്നും വലുതായിട്ട് പൊങ്ങാതെ വരികയും ബലൂൺ പൊട്ടിപ്പോയി. പിന്നെ നമ്മളൊരു ഇതേപോലെ കയ്യോറ ഇട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റ് ഗ്യാസ് നിറഞ്ഞിരിപ്പുണ്ടെന്ന് തോന്നുന്നു. കത്തുമെന്ന് എനിക്കറിയാൻ വയ്യ, കാരണം ഇന്നൊരു ദിവസം ഉള്ളായിരുന്നു വെയിൽ. നമ്മൾ കത്തിക്കാൻ ശ്രമിക്കാനായിട്ട് ഇങ്ങനെ നമ്മൾ റബ്ബർ ബാൻഡ് സ്റ്റോപ്പ് ചെയ്തതാണ്. എന്തായാലും കത്തിച്ച് നോക്കാം. അങ്ങനെ നമ്മൾ കത്തിച്ചപ്പോൾ കത്തുന്നില്ല, കാരണം കാർബൺ ഡൈ ഓക്സൈഡാണ് മൊത്തം. മഴക്കാലമായതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. നമ്മളങ്ങനെ വീണ്ടും കത്തിച്ച് നോക്കുകയാണ്, പക്ഷെ കത്തുന്നില്ല. നിങ്ങളെങ്കിലും ഇത് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും 7 ദിവസമെങ്കിലും ചൂട് കിട്ടുന്ന സമയത്ത് വേണം ഇത് ചെയ്യാനായിട്ട്. 7 ദിവസവും പൂർണ്ണമായ വെയിലായിരിക്കണം, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ഗ്യാസ് ഫോം ചെയ്ത് മീഥെയ്ൻ കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഗോബർ ഗ്യാസ് പ്ലാന്റ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് 5K സബ്സ്ക്രൈബർ കിട്ടുന്ന സമയത്ത് നമ്മൾ ഈ ഗോബർ ഗ്യാസ് പ്ലാന്റ് തന്നെ വലിയ രീതിയിലുള്ള കിച്ചൺ വേസ്റ്റ് ഇട്ട് ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എങ്ങനെയും നമുക്ക് 5K സബ്സ്ക്രൈബർ ആക്കുകയാണെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ എല്ലാവർക്കും പരമാവധി ഷെയർ ചെയ്യുക. അതേപോലെ നല്ല കമൻറ്റ് ചെയ്യുമെങ്കിൽ ആ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇനി നല്ല വീഡിയോ കാണാം എന്ന പ്രതീക്ഷയിൽ ഇസ്മി മാഹി സൈനിങ് ഔട്ട്.